നമ്മുടെ വീഡിയോയുടെയൊക്കെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ വെട്ടിയാർ ടെലിമാറ്റിക് സ്റ്റുഡിയോ. അപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട പോലെ ഇരിക്കുമായിരുന്നു ഇത്. അന്ന് നമ്മളിത് തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇവിടെ ഗ്രീൻ മാറ്റ് ഒട്ടിച്ചായിരുന്നു നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയത്. ഞങ്ങളുടെ കുടുംബ ഫോട്ടോ. ഇത് ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ കാനഡയിലാണ്. ഇത് ഞാനാണ്. എന്നാൽ ഞാൻ ചേച്ചി പരിഷ്കാരിയാണ്. ഇൻഷർട്ട് ചെയ്തൊക്കെ നിൽക്കും, പക്ഷേ സിബ് ഇട്ടിട്ടില്ല. ശോഭന വെട്ടിയാറിൻ്റെ ഈ മാല അവിടുന്ന് കടം മേടിച്ചോണ്ട് വന്നത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ അന്ന്. ഇവിടെയാണ് നമ്മൾ അമ്മയുടെ റൂം സെറ്റ് ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് പിന്നെ നമ്മുടെ ചേച്ചിയുടെ മക്കളാണ്. എൻ്റെ മോടെ മക്കള് അവിടെ ഇരിപ്പാണ് എനിക്കിഷ്ടം. ഇത് സിയ, ഇത് സാവിയോ. ഇതാണ് നമ്മുടെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ പഴയ ഹോളാണ്. അത് നമ്മളിങ്ങനെ മാറ്റിയെടുത്താണ്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പാരാപ്പള്ളിയിൽ ജിപ്സം വർക്കുകാർ, അവരുടെ വർക്കൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ പറയുന്നതിനേക്കാളും നേരത്തെ അവർ വർക്ക് ചെയ്ത് തന്നു. പിന്നെ നമ്മുടെ ഈ ഷോക്കേസ് TV യൂണിറ്റൊക്കെ പണിഞ്ഞത് നമ്മുടെ രഘുചേട്ടനാണ്. ഇവിടെ അപ്പുറത്തുള്ള പുള്ളിയാണ്. പണ്ട് തൊട്ട് ഞങ്ങളുടെ പഴയ പൊളിച്ച വീടുള്ള സമയം തൊട്ട് ഞങ്ങൾക്ക് എല്ലാ വർക്കും ചെയ്തു തരുന്നത്. അപ്പം പുള്ളി അടിപൊളിയാണ്. ഈ സെറ്റ് എല്ലാം നമ്മൾ പ്രത്യേക അളവ് കൊടുത്ത് പണിയിച്ചായിരുന്നു. പിന്നെ ഇതൊക്കെ മയൂരിയിൽ നിന്ന് മേടിച്ചാൽ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ഭിത്തി ആയതുകൊണ്ട് നമ്മൾ ഒരു മരം ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ച്. മരം ഒരു വരവെന്നാണല്ലോ. ഇത് എറണാകുളത്തു നിന്ന് കാറെ ഇവിടെ വരെ കൊണ്ടുവരാൻ ഇവിടെ പെട്ട പാട്. നമ്മുടെ കിച്ചൺ ഇതാണ്. 2 കിച്ചണായിട്ടാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയത്. പിന്നീട് അത് നമ്മൾ ഈ ഡൈനിങ് റൂമാക്കാൻ തീരുമാനിച്ചു. കാരണം പുറത്ത് വർക്ക് ഏരിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ഡൈനിങ് റൂമാക്കി. ഇത് നേരത്തെ ഇവിടെ സ്ലാബൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ സ്ലാബ് അടിക്കാറില്ലല്ലോ. പണ്ടത്തെ കാലത്ത് 2016 തുടങ്ങിയതായതുകൊണ്ട് അന്ന് സ്ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലാബെല്ലാം നമ്മളിങ്ങനെ ഈ കബോർഡ് ചെയ്ത് ഇങ്ങനെ മറച്ചു. പിന്നെ ഇത് ഡൈനിങ്, ഇതിങ്ങനെ മാർബിൾ ടോപ്പ്, പിന്നെ ഇത് ചെയർ ഇങ്ങനെ അകത്തോട്ട് കയറ്റിയിടുന്ന ടൈപ്പ്. പിന്നെ ഫ്രിഡ്ജ് സാംസങ് തന്നെ. നമ്മൾ ഈ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യുമല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമുകാരനും ഫേസ്ബുക്കുകാരനും ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെടുത്ത ഒരു സാധനമാണ് ഇത്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇതിനകത്ത് നമ്മൾ ചായ കൊടുക്കാൻ എളുപ്പം. ആൾക്കാർ വരുന്നവർക്ക് ഇച്ചിരി ചായ കൊടുത്തുള്ളൂ. 2 കുടി കുടിച്ചും തീർന്നു. അങ്ങനെ ശേഷം വന്ന് മേടിച്ച റിമോട്ട് ഇടുന്ന സാധനം. അങ്കര മെസ്സി ചൂടങ്ങോട്ട് കൂടുമ്പോൾ ഇതേണ്ടേ ഇതിൻ്റെ 2 റൗണ്ട് ഞാനങ്ങ് നടക്കും. അന്നേരം അങ്ങ് തണുക്കും.